എന്നാൽ ഹാൻസി ഫ്ലിക്കിന്റെ വരവ് റഫീഞ്ഞയുടെ തലവര തന്നെ മാറ്റി. ലമീൻ യമാൽ യൂറോയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് സ്പാനിഷ് ടീമിനെ കിരീടമണിയിച്ചതോടെ റഫീഞ്ഞയെ ഒരു സെക്കൻഡ് ചോയ്സ് റൈറ്റ് വിങ്ങറായി മാത്രമേ ഫ്ലിക്ക് പരിഗണിക്കൂ എന്നാണ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ റഫീഞ്ഞയിൽ സാവി കാണാത്ത മറ്റു ചിലത് കണ്ടതുകൊണ്ടാകണം അയാളെ സീസണിന്റെ തുടക്കത്തിൽ ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളത്തിൽ ഇറക്കാൻ ഫ്ലിക്ക് തീരുമാനമെടുത്തു. ഫെറാൻ ടോറസിന്റെ പരിക്കിനും ഡാനി ഓൾമോയുടെ വരവിനും ശേഷം ലെഫ്റ്റ് സൈഡിലേക്കും റഫീഞ്ഞയെ ഫ്ലിക്ക് മാറ്റി പരീക്ഷിച്ചു. ഫ്ലിക്കിന്റെ ഈ രണ്ട് പരീക്ഷണങ്ങളും സമ്പൂർണ്ണ വിജയമായിരുന്നു. ഏത് പൊസിഷനിലും കളിപ്പിക്കാനാകുന്ന ഒരു പ്രതിഭയെ വലിച്ചു പുറത്തിടുകയായിരുന്നു അയാൾ. ജർമ്മൻ കോച്ചിന്റെ പരീക്ഷണങ്ങളോട് റഫീഞ്ഞയുടെ പ്രതികരണവും പോസിറ്റീവായിരുന്നു. പൊസിഷൻ മാറ്റി പരീക്ഷിച്ച് ഫ്ലിക്ക് നടത്തുന്ന ടാക്ടിക്കൽ ഷിഫ്റ്റുകൾ ഞാൻ ആസ്വദിക്കുകയാണ് എന്നായിരുന്നു ബ്രസീലിയൻ താരത്തിന്റെ പ്രതികരണം. ഫലത്തിൽ ഇത് അയാളെ ഈ സീസണിൽ ബാഴ്സയിലെ ഏറ്റവും മികച്ച താരമാക്കി മാറ്റി.